തിരുവനന്തപുരം. ചിരപുരാതനമായ ഈ നഗരത്തിന്റെ പ്രൗഢി ആരെയും അമ്പരപ്പിക്കുന്നതാണ്. അനന്തമായ കാലത്തിനു മുകളിൽ ആനന്ദനിദ്ര കൊള്ളുന്ന ശ്രീപത്മനാഭന്റെ തിരുമുറ്റം എന്നത് തന്നെയാണ് ഈ നഗരത്തിന്റെ പ്രസിദ്ധിക്കും പ്രസക്തിക്കും പ്രധാന കാരണം. അനന്തൻകാടെന്നും അനന്തപുരമെന്നും ശാനന്തൂനപുരമെന്നുമെല്ലാം തിരുവനന്തപുരത്തിന് ഖ്യാതിയുണ്ട്. രാജവാഴ്ചക്കാലത്ത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായും ജനാധിപത്യത്തിൽ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായും ക്രമേണ ഐക്യകേരളത്തിന്റെ തലസ്ഥാനമായും ഈ നഗരം പേരെടുത്തു. ഭൂതകാലത്തിന്റെ പ്രതാപത്തിൽ നിന്നുകൊണ്ട് അനന്തപുരത്തിന്റെ വർത്തമാനത്തിലേക്ക് കടന്നുവരുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ്. ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങളെക്കാൾ വളരെ പഴക്കമുള്ള ഒരു പട്ടണമാണ്. നമ്മളിപ്പോൾ ഇന്ന് ബോംബെ, ഡൽഹി, കൽക്കട്ട, മദ്രാസ് എന്നൊക്കെ പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിൽ പലതും ഒരു 350-400 വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഉണ്ടായ പട്ടണം. ഇപ്പോൾ ബോംബെ ആണെങ്കിലും കൽക്കട്ട ആണെങ്കിലും മദ്രാസ് ആണെങ്കിലും അല്ല. മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങളാണെങ്കിലും ഉദാഹരണമായിട്ട് ഹൈദരാബാദിന് കുറച്ചുകൂടെ പഴക്കം ഉണ്ടാവും. പക്ഷേ തിരുവനന്തപുരത്തെ പോലെ ഇത്രയും പ്രാചീനമായ 1200 വർഷക്കാലത്ത് എങ്കിലും പഴക്കമുള്ള ഒരു തലസ്ഥാന നഗരം മിക്ക സംസ്ഥാനങ്ങൾക്കില്ല. ഏതാണ്ട് പറയാവുന്ന കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറും ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വറുമാണ്. ബാക്കി എല്ലാ പട്ടണങ്ങളും തിരുവനന്തപുരത്തേക്കാൾ വളരെ നവീനമാണ്, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. തിരുവനന്തപുരത്തിൻ്റെ ആ പ്രാചീനത തെളിയിക്കുന്ന അനേകം പ്രധാന ഗ്രന്ഥങ്ങൾ തന്നെ ഇപ്പോൾ അനന്തപുര വർണ്ണനം എന്നുള്ള പുസ്തകമുണ്ട്, ഉണ്ണുനീലി സന്ദേശമുണ്ട്. പിന്നെ ജൈനന്മാരുടെ ഒരു പ്രധാന ഗ്രന്ഥമായ കുവലയമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു ജൈന രാജകുമാരൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരം കണ്ടതിനെ പറ്റിയുള്ള വർണ്ണനകളുണ്ട്. അതുപോലെ തന്നെ കാന്തളൂർ ശാല എന്ന പ്രാചീനമായ ഒരു സർവകലാശാലയെ പറ്റിയുള്ള പല രേഖകളും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തലസ്ഥാന നഗരങ്ങളിലൊന്നാണ്. അനന്തപുര വർണ്ണനം, ചന്ദ്രോത്സവം തുടങ്ങിയ പ്രാചീന കാവ്യങ്ങളിൽ നിന്നും നമുക്ക് സഹസ്രാബ്ദങ്ങൾക്കപ്പുറമുള്ള തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള അറിവുകൾ ലഭ്യമാണ്. 9ാം നൂറ്റാണ്ടിലും ഈ നഗരം പ്രസിദ്ധമായിരുന്നു എന്നത് ആരെയും അമ്പരപ്പിക്കുന്ന വസ്തുതയാണ്. കൂടാതെ അന്ന് നളന്ദ തക്ഷശില മാതൃകയിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കാന്തല്ലൂർ ശാലയും ഏറെ പ്രസക്തമാണ്. ഇന്ന് ഒരു യൂണിവേഴ്സിറ്റിക്കുള്ള പ്രസിദ്ധിയും പ്രാധാന്യവും അന്ന് കാന്തല്ലൂർ ശാലയ്ക്ക് ലഭിച്ചിരുന്നു. കൂടാതെ ഈ ഭാഗത്ത് ഇന്ന് കാണുന്ന കാന്തല്ലൂർ ശിവക്ഷേത്രത്തിന്റെ പഴക്കവും ഈ വസ്തുതയെ ഉദാഹരിക്കുന്നു. ഭാരതത്തിൽ രാജവാഴ്ചക്കാലത്ത് തന്നെ തലസ്ഥാന നഗരമായി അറിയപ്പെടുകയും ഇന്നും തലസ്ഥാനമായി നിലകൊള്ളുകയും ചെയ്യുന്ന 3 നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗർ, ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വർ എന്നിവയാണ് ഇതിൽ തിരുവനന്തപുരത്തിനൊപ്പം നിൽക്കുന്നത്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സ്വാധീനം ഇന്ത്യയിൽ അസ്തമിച്ചതിനു ശേഷം തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിനെ ചൊല്ലി ഇവിടെ പലവിധ പ്രക്ഷോഭങ്ങളും അരങ്ങേറി. തുടർന്ന് തിരുക്കൊച്ചി സംസ്ഥാനമായി മാറിയപ്പോൾ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തലസ്ഥാന നഗരം തിരുവനന്തപുരം തന്നെ. 1956-57 കാലങ്ങളിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന വിഭജനം നടന്നപ്പോഴും തലസ്ഥാന പട്ടം ഈ നഗരം നിലനിർത്തി. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ കേരളം അരനൂറ്റാണ്ടിലധികം പിന്നിടുമ്പോൾ തലസ്ഥാന നഗരം എന്തു നേടി, അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികൾ അനന്തപുരത്തിന് എന്തു നൽകി എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു വസ്തുത തിരിച്ചറിയാൻ സാധിക്കുന്നത്.
ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തിരുവനന്തപുരത്തിന് ലഭിച്ചത് ഏതാനും ട്രാഫിക് സിഗ്നലുകളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും മാത്രമാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ സിറ്റികൾ മിനിറ്റ് വെച്ച് വളരുന്നു. തിരുവനന്തപുരത്തിനാകട്ടെ തലസ്ഥാന നഗരം എന്ന പേര് മാത്രവും. ഈ പറയുന്നത് പ്രാദേശികവാദമല്ല, മറിച്ച് എല്ലാ മലയാളികളും ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കേരളത്തിൽ 5 സിറ്റി കോർപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഉടനെ നമ്മൾ പറയുന്നത് 5 സിറ്റി കോർപ്പറേഷനെയും ഒരുപോലെ കാണണം, ഒരുപോലെ കൈകാര്യം ചെയ്യണം, എല്ലാം ഒരുപോലെ വേണം എന്നിങ്ങനെ പറയുന്ന ഒരു ഫാഷൻ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു തലസ്ഥാന നഗരത്തെ മറ്റ് നഗരങ്ങളും ആയിട്ട് വെറുതെ അങ്ങ് തുല്യം എന്ന് പറയുന്നത് ശരിയല്ല. കാരണം തലസ്ഥാന നഗരത്തിലെ എല്ലാ ദിവസവും സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഓരോ ആവശ്യത്തിനായിട്ട് ആളുകൾ വന്നുകൊണ്ടാണ് കഴിയുന്നത്. ഇവിടെയുള്ള ഓരോ വകുപ്പുകളിലുള്ള വകുപ്പ് അധ്യക്ഷന്മാരെ കൊണ്ടും മന്ത്രിമാരെ കൊണ്ടും സെക്രട്ടറിമാരെ കൊണ്ടും ഒക്കെ കണ്ട് പറഞ്ഞ് പല കാര്യങ്ങൾ നേടാനായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ദിവസവും കൂടുതൽ ആളുകൾ വരുന്നതും, അതുപോലെ തന്നെ പലപ്പോഴും വന്ന് ആളുകൾ 5-10 സെൻറ്റ് സ്ഥലം വാങ്ങി താമസം ഉറപ്പിക്കുന്നതും ഒക്കെ ആയ ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ തിരുവനന്തപുരത്തിന് കൊടുത്തില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ജീവിതം ദുസ്സഹമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പം തന്നെ ദുസ്സഹമായി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. ഞാനിവിടെ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിയായിട്ട് തൈക്കാട് ആർട്സ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗങ്ങൾ ചേർന്ന ഒരു പഠന സംഘം നമ്മുടെ ഇന്ത്യയിലെ പട്ടണങ്ങളുടെ അവസ്ഥയെപ്പറ്റി പഠിക്കുന്നതിനായിട്ട് വന്നിട്ട് ആ പഠന സംഘം പറഞ്ഞത് ഇന്ത്യയിലുള്ള ഏറ്റവും മനോഹരമായ, ഏറ്റവും ശുചിയായ, ഏറ്റവും ഭംഗിയായി വച്ചിരിക്കുന്ന പട്ടണം തിരുവനന്തപുരമാണെന്നാണ്. 1984 എൻ്റെ 53-ലോ 54-ലോ. പക്ഷേ ഇന്ന് അതുപോലൊരു പഠനത്തിന് ആരെങ്കിലും വന്നാൽ അത് പറയുമെന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം നമ്മൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ, അത് പക്ഷേ നമ്മുടെ നാട്ടുകാരുടെയും കൂടെ ഒരു ദോഷമാണ്. തിരുവനന്തപുരത്തിന് എന്താ ഒരു പ്രത്യേകത? കുന്നംകുളത്തിനും കാഞ്ഞങ്ങാടിനും പാലക്കാടിനും ഒക്കെയുള്ള പ്രത്യേകത മാത്രം മതി തിരുവനന്തപുരത്തും എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് പോരാ. ഒരു തലസ്ഥാന നഗരം എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുകയും ഇത്രയും ആളുകൾ സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും കൂടെ വരുന്ന സ്ഥലമാണല്ലോ എന്ന് കണക്കാക്കി അങ്ങനെ വരുന്ന ആളുകളുടെ ജീവിത സൗകര്യങ്ങളെ കൂടെ പരിഗണിച്ച് ഒക്കെ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. അത് ഇനിയെങ്കിലും അതിനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകണം. എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം, 5 കോർപ്പറേഷനുകളുണ്ട്, അനേകം മുനിസിപ്പാലിറ്റികളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് പ്രത്യേകം തന്നെ ഒരു വകുപ്പുണ്ടാക്കുകയും തിരുവനന്തപുരം എന്നുള്ളതിനെ ക്യാപിറ്റൽ റീജിയനായി കണക്കാക്കിക്കൊണ്ട് അതിന് വേണ്ട പ്രത്യേകമായ ബഡ്ജറ്റ് അലോട്ട്മെൻ്റ് എല്ലാം വർഷം തോറും കൊടുക്കുകയും അത് ശ്രദ്ധിച്ച് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ സമീപഭാവിയിൽ തന്നെ തിരുവനന്തപുരം മനുഷ്യന് ജീവിക്കാൻ കൊള്ളാത്ത ഒരു പട്ടണമായി തീരാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിനായി തുകകൾ നീക്കിവയ്ക്കപ്പെടുന്നു. എന്നാൽ കേരളത്തിലാവട്ടെ വികലമായ സമത്വവാദവുമായി ഭരണാധികാരികൾ തന്നിഷ്ടം കാണിക്കുന്നു. ഓരോ മന്ത്രിപ്രമുഖനും തന്റെ മണ്ഡലത്തിന്റെ വികസനം മാത്രമാണ് ലക്ഷ്യം. എങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലും വിജയിക്കാനാവുകയുള്ളൂ. അല്ലാതെ മലബാറിൽ നിന്നോ കൊച്ചിയിൽ നിന്നോ കോട്ടയത്ത് നിന്നോ വരുന്ന നമ്മുടെ മന്ത്രിമാർക്ക് തിരുവനന്തപുരത്തിനെ സേവിച്ചതുകൊണ്ട് എന്ത് നേട്ടം? അവസരം കിട്ടിയാൽ തലസ്ഥാന നഗരമായി തന്റെ മണ്ഡലത്തെ മാറ്റാൻ പോലും ഇക്കൂട്ടർ ചിന്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ശുദ്ധഗതിക്കാരായ ഏതെങ്കിലും ഒരു മന്ത്രി തിരുവനന്തപുരത്തിനായി എന്തെങ്കിലും ചെയ്യാൻ സന്നദ്ധനായാൽ അദ്ദേഹത്തിന്റെ അധികാരം തന്നെ കളയാനും ഇവിടുത്തെ സ്ഥാനമോഹികളും അവസരവാദികളുമായ രാഷ്ട്രീയക്കാർക്ക് സാധിക്കുന്നു. മഹാരാജാക്കന്മാരുടെ ഭരണകാലത്ത് തിരുവനന്തപുരത്തിന് പ്രത്യേകമായ ശ്രദ്ധ അവർ കൊടുത്തിരുന്നു എന്നുള്ളത് നിസ്സംശയമായ കാര്യമാണ്. നമ്മുടെ മഹാരാജാക്കന്മാർ സ്വാതിരുനാളായാലും ഉത്തരം തിരുനാളായാലും ആയില്യം തിരുനാളായാലും വിശാഖം തിരുനാളായാലും ശ്രീമൂലം തിരുനാളായാലും ചിത്ര തിരുനാളായാലും അവരെല്ലാം തന്നെ തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങളുടെയും യോഗക്ഷേമത്തിൽ താല്പര്യമുള്ളവരായിരുന്നു, അശ്രദ്ധ കാണിക്കുന്നവരായിരുന്നില്ല. പക്ഷെ അതേസമയം
തലസ്ഥാന നഗരത്തിന് പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ചിത്തിരതിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്ന CP രാമസ്വാമിയർ, CP രാമസ്വാമിയരുടെ അവസാന കാലത്ത് ചില പ്രവൃത്തികളെ പറ്റിയൊക്കെ നമുക്ക് പരാതിയൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് ഹി വാസ് എ സ്റ്റേറ്റ്സ്മാൻ, അത് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് വിളിക്കാനുള്ള എല്ലാ യോഗ്യതയുള്ള വ്യക്തിയായിരുന്നു. പലതരത്തിലും തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ആവശ്യമായ വികാസത്തെപ്പറ്റി ശ്രദ്ധിച്ചുള്ള പല നടപടികളും അവർ ചെയ്തിരുന്നു. പക്ഷേ 1948 തിരുക്കൊച്ചി ഉണ്ടായതിനു ശേഷം തിരുവനന്തപുരത്തിന് മാത്രം ഇങ്ങനെ ശ്രദ്ധ കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ചിന്താഗതി വരികയും രാജ്യത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെങ്കിൽ കോടതിയുടെ തലസ്ഥാനം എങ്കിലും കൊച്ചിയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിന് നിങ്ങൾ അതിനെ തലസ്ഥാന നഗരമായി അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്തേ മതിയാവുകയുള്ളൂ. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഒരു തലസ്ഥാന നഗരത്തിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് തലസ്ഥാന നഗരത്തിൽ ജീവിക്കുന്നവരുടെ മാത്രം ആവശ്യമല്ല, സംസ്ഥാനത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണ്. എല്ലാ മനുഷ്യരും ഇടയ്ക്കിടയ്ക്ക് തലസ്ഥാന നഗരത്തിൽ വരികയും ഇവിടെ കുറച്ച് ദിവസമെങ്കിലും തങ്ങേണ്ടതായി വരികയും ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങളും ഇവിടുത്തെ ഹോട്ടൽ പോലെയുള്ള സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യം നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കണക്കിലെടുക്കണം. ഇന്ന് തിരുവനന്തപുരത്തിന്റെ അവശേഷിപ്പുകൾ ചികയുമ്പോൾ അവയുടെ ചരിത്രം കടപ്പെട്ടിരിക്കുന്നത് രാജഭരണത്തോടാണ്. അതിലേറെയും ചിത്തിര തിരുനാൾ രാജാവിന്റെയും സർ CPയുടെയും ഭരണപരിഷ്കാരങ്ങൾ. ഇതോടൊപ്പം തന്നെ പട്ടം താണുപിള്ളയെന്ന ജനനായകനെയും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ടാണ് കേരളത്തിന്റെ തലസ്ഥാനമായി തിരുവനന്തപുരം മാറിയത്. അല്ലെങ്കിൽ ഹൈക്കോടതിയോടൊപ്പം തലസ്ഥാനവും അനന്തപുരിക്ക് നഷ്ടമായേനെ. ഖദറും ചെങ്കൊടിയും മാറി മാറി വന്ന് ഇവിടെ ഭരണവും സമരവും മുറയ്ക്ക് നടത്തുന്നു. എല്ലാത്തിനും സാക്ഷിയായി ഹജൂർ കച്ചേരി എന്ന സെക്രട്ടേറിയറ്റും നിലകൊള്ളുന്നു. ഇതൊന്നും കാണാൻ വയ്യുന്ന ഭാവത്തിൽ സാക്ഷാൽ ശ്രീപത്മനാഭൻ തന്റെ കണ്ണുകളടച്ച് പള്ളികൊള്ളുന്നു.